ഹായ് ഹലോ. ഇന്ന് ഒരു വയലേഷനെ പറ്റി പറയാൻ വന്നതാണ്. എനിക്കിന്ന് ഒരു ജർമ്മനി ടു ജർമ്മനി തന്നെയായിരുന്നു. ഒരു 513 കിലോമീറ്റർ ഉള്ളായിരുന്നു. പക്ഷേ വരണ വഴിക്ക് ഫുള്ള് ബ്ലോക്കായിരുന്നു. ആമസോണിൻ്റെ ഓർഡറാണ്. ഫുള്ള് ബ്ലോക്ക് കിട്ടി ഓടിയെത്തിയപ്പോഴത്തേക്ക് സമയം ഒരുപാട് ടൈം ഔട്ടായി. 10 മണിക്കൂറാണ് എനിക്ക് ഡ്രൈവിംഗ് ടൈം ഉണ്ടായിരുന്നത്. പക്ഷേ എത്തിയില്ല, നല്ല ടൈം എടുത്തു. എന്നിട്ടിപ്പോൾ ഇറക്കി കഴിഞ്ഞിട്ടോ പാർക്കിംഗ് കിട്ടിയില്ല. 55 കിലോമീറ്റർ ഓടിയിട്ടാണ് അവസാനം പാർക്കിംഗ് കിട്ടിയത്. അതായത് ടാക്കോ വയലേഷനാണ്. അപ്പോൾ ടാക്കോ വയലേഷൻ വരുമ്പോഴത്തേക്ക് നമ്മളെങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ടാണ് നമ്മളിനിപ്പോൾ ഒരു ചെക്കിങ് വരുമ്പോഴത്തേക്ക് കാണിക്കാൻ. എന്തുകൊണ്ട് വയലേഷനാണെന്ന് ചോദിക്കുമ്പോൾ പ്രിൻ്റ് ഔട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണേ നോക്കാം. ഇതാണ് ടാക്കോ മെഷീൻ. ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നല്ലോ. ഈ ടാക്കോ മെഷീനിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് ഡ്രൈവർ 1 പ്രിൻ്റ് ഔട്ട് എടുക്കുക, 24 കൊടുക്കുക, ടൈം കൊടുക്കുക, എസ് ഓടിക്കുക. കീറി എടുക്കാം. കീറി എടുത്തിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കിലോമീറ്റർ എഴുതുക, ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, സിഗ്നേച്ചർ, ഇതൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ റീസൺ ഇവിടെ എഴുതേണ്ടത്. ഒന്ന് കമ്പനി നമുക്ക് ടെക്സ്റ്റ് ചെയ്യും. ആ റീസൺ എടുത്ത് കോപ്പി പേസ്റ്റ് അങ്ങ് ചെയ്താൽ മതി. കോപ്പി പേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതി വയ്ക്കുക. എപ്പോഴും ടാക്കോ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ എഴുതി വയ്ക്കാൻ മറക്കുകയും ചെയ്യരുത്. മസ്റ്റായിട്ട് എഴുതി വയ്ക്കണം. അതാണ് അഡ്വൈസ്. കാരണം എന്നെ ഒരിക്കൽ പിടിച്ചതാണ്, പെനാൽറ്റി വന്നതാണ്. അതിനുശേഷം ഞാനും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാറാണ്. പിന്നെ എഴുതാമെന്ന് ചിന്തിച്ചാൽ കളയും. പക്ഷേ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളതിൻ്റെ റീസണും കൂടെ എഴുതി സേഫാക്കി വയ്ക്കുക. 55 ദിവസം അതുവരെ നമ്മുടെ വയലേഷൻ ഉണ്ടാവും നമ്മുടെ ടാക്കോയിൽ. അതുകൊണ്ട് വയലേഷൻ്റെ ഡേറ്റ് തീരണത് വരെ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് എവിടെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ കമ്പനി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും കാണാം.